സൂം ചെയ്ത് വേണം നോക്കാം. ക്യാൻസർ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ്, ക്യാൻസർ ഇല്ല. അവര് പറഞ്ഞു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അത്രത്തോളം ദൈവം നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു, നമ്മുടെ സഹോദരിയുടെ ക്യാൻസർ സൗഖ്യമായിരുന്നു. അപ്പം അതിന് കഴിഞ്ഞ ഇത്രയും ദിവസം ഞാനത് പറഞ്ഞാൽ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയത്. അതിൽ ഫസ്റ്റ് ചെയ്ത MRI റിപ്പോർട്ടുണ്ട്. MRI SIT ഹോസ്പിറ്റലിലാണ് MRI ചെയ്തത്. അതിലാണ് അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട്, 4th സ്റ്റേജിലേക്കായി. ഉണ്ട്. ലൈവിൽ കാണുന്നവർക്ക് സംശയമുള്ളവർക്ക് വേണ്ടി അത്ര സൂം ചെയ്ത് വേണം നോക്കാം. ക്യാൻസർ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ്. ഈ റിപ്പോർട്ട് നോക്കിയിട്ടാണ് ഡോക്ടർമാർ പറഞ്ഞത് 4th സ്റ്റേജിലേക്കായി. കീമോ ചെയ്ത് ഒരു 2-3 കീമോ ചെയ്തതിന് ശേഷം നോക്കാം, സർജറി ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നാണ് പറഞ്ഞത്. സർജറി ചെയ്താൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടർ മാത്രം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങളത് വേറെ 3 ഡോക്ടർമാരെ കാണിച്ചു. റിപ്പോർട്ട് അറിയാവുന്ന ഡോക്ടർമാരെ തന്നെ കാണിച്ചത്. ആ കാണിച്ച 3 ഡോക്ടർമാരും പറഞ്ഞത് ക്യാൻസർ തന്നെയാണ്, ഇച്ചിരി കൂടിപ്പോയി. ഇപ്പോൾ സർജറി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സർജറി ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല. അതിൽ മെയിനായിട്ടുള്ളൊരു സർജൻ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത സർജറി ടേബിളിൽ തന്നെ അമ്മ മരിച്ചു പോകും. 4 മാസത്തിൽ കൂടുതൽ സർജറി ചെയ്താലും 4 മാസത്തിൽ കൂടുതൽ അമ്മ ജീവിക്കത്തില്ല. ഒരു 3 മാസം കൂടുതൽ പോയാൽ 4 മാസം വരെ പോകണം. ഇപ്പം 3 മാസമായി. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. സർജറി കഴിഞ്ഞു, ബയോപ്സി ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു. അതിലൊന്നും ക്യാൻസർ ഇല്ലെന്ന് തന്നെയാണ് കാണിച്ചേക്കുന്നത്. സർജറി കഴിഞ്ഞിട്ട് ചെയ്ത ബയോപ്സി, അതിൻ്റെ സാമ്പിൾ എടുത്ത് ബയോപ്സി ചെയ്തതിൻ്റെ റിപ്പോർട്ടാണ്. അത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു സാധാരണ ഒരു മുഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ക്യാൻസർ ഇല്ലയെന്ന് RCCയിലെ ഡോക്ടറാണ് പറഞ്ഞത്. ക്യാൻസർ ഉണ്ടെന്നുള്ള റിപ്പോർട്ട്, പ്രാർത്ഥിച്ചതിന് ശേഷം ക്യാൻസർ ഇല്ലെന്നുള്ള റിപ്പോർട്ട്. ഞാൻ ഇതെന്തിനാ വീണ്ടും കൊണ്ടുവന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഊഹാപോഹങ്ങളല്ല. ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ സൗഖ്യമാകും. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യത്തിനായി സ്തോത്രം. പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് കൊടുത്ത വിടുതൽ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവ്